ഗവൺമെൻറ് അവസാന സമയം ഈ തോൽവിയിൽ നിന്ന് പാഠം പഠിക്കാതെ അസഹിഷ്ണുതയോടുകൂടിയാണ് CPM പെരുമാറുന്നത്. വ്യാപകമായ സംഘർഷങ്ങൾ അയച്ചുവിടുകയാണ്. നമുക്കറിയാം, ധർമ്മടത്ത്, പയ്യന്നൂരിൽ, പാനൂരിൽ, ഇന്നലെ പെരിന്തൽമണ്ണയിൽ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും തോൽവിയെ തുടർന്നുള്ള അസഹിഷ്ണുതയുടെ ഭാഗമായി അക്രമം അഴിച്ചുവിടുകയാണ്. ആയുധം താഴെ വയ്ക്കണം എന്നാണ് UDFന് CPM ക്രിമിനലുകളോട് പറയാനുള്ളത്. അവരോട് ആയുധം താഴെ വയ്ക്കാൻ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി കൂടി അവരോട് പറയണം. കർശനമായ നടപടികൾ അക്രമകാരികൾക്കെതിരായി എടുക്കണം. ബോംബും കൈവാളും കരിങ്കല്ലുമായിട്ടാണ് ഈ തോൽവിയെ മറികടക്കാൻ CPM ഇറങ്ങിയിരിക്കുന്നത്. അത് ഇതിനേക്കാൾ വലിയ തോൽവിയിലേക്ക് അവരെ കൊണ്ടുപോകും. കേരളം ഈ അക്രമ രാഷ്ട്രീയം തിരിച്ചറിയും എന്ന മുന്നറിയിപ്പാണ് ഞങ്ങൾ കൊടുക്കാനുള്ളത്. ഇനി 4.5 കൊല്ലക്കാലം, 4.25 കൊല്ലക്കാലം ജനക്ഷേമ പരിപാടികളെക്കുറിച്ച് വിസ്മരിച്ച ഈ ഗവൺമെൻറ് ഈ അവസാന സമയം ജനങ്ങളെ കബളിപ്പിക്കാനുള്ള പല പദ്ധതികളുമായി മുന്നോട്ട് വരുന്നുണ്ട്. അതിന് സഹകരണ സംഘങ്ങളിൽ നിന്ന് 10,000 കോടി രൂപയുടെ വായ്പ എടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ല, ഇക്കോണമിയുടെ നട്ടല്ല. അതായത് കറൻസിയുടെ ഇടപാടുകൾ നടക്കുന്നത്, വിനിമയം നടക്കുന്നത്, സർക്കുലർ ഇക്കോണമിയുടെ ഭാഗമായി ഏറ്റവും കൂടുതൽ പണം കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട സ്ഥാപനമാണ് കോപ്പറേറ്റീവ് ബാങ്കുകൾ. പല ഗ്രാമങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ഈ സഹകരണ സംഘങ്ങൾ. LDFൻ്റെ തെറ്റായ നയം മൂലം, കൊള്ള മൂലം പല സഹകരണ സംഘങ്ങളും കേരളത്തിൽ വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. വലിയ തോതിലുള്ള വിഡ്രോവലാണ്, തുക പിൻവലിക്കലാണ് പല സംഘങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ 10,000 കോടി രൂപ ബലമായി സംഘങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം കേരളത്തിലെ സഹകരണ സംഘങ്ങളെ ഇല്ലാതാക്കുകയും ആ മേഖലയെ തകർക്കുകയും അത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ സാരമായി ബാധിക്കുകയും ചെയ്യുമെന്നുള്ള ഉത്കണ്ഠ കൂടി UDF യോഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടില്ല. അവർ ഇപ്പോൾ അസോസിയേറ്റ് അംഗം എന്നുള്ളൊരു പുതിയ തലത്തിലേക്കാണ് അവരെ വെച്ചിട്ടുള്ളത്. പിന്നീട് അവരുടെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ പൂർണ്ണമായി സഹകരിക്കും. ഇല്ല, അല്ല, ഒന്നിന് നമ്മളവരെ പ്രത്യേകമായി ക്ഷണിക്കും. പറയാത്ത ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയും കേരളത്തിൻ്റെ സമഗ്രമായ മാറ്റത്തിന് വേണ്ടിയും കേരളത്തെ ഇന്ന് വീണ് കിടക്കുന്ന ഈ പരിതാപകരമായ ഈ അവസ്ഥയിൽ നിന്ന് കൈപിടിച്ചുയർത്താനും വേണ്ടിയിട്ടുള്ള നിരവധിയായ പരിപാടികളുണ്ട്. കഴിഞ്ഞ 1 വർഷമായി വിവിധ വകുപ്പുകളിൽ ഞങ്ങൾ വിദഗ്ധരായ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പഠനങ്ങൾ, ഗവേഷണ തുല്യമായ പഠനങ്ങൾ നടത്തുകയാണ്. എന്ത് ചെയ്യാൻ കഴിയും എന്നതിൻ്റെ വ്യക്തമായ രൂപരേഖയോടുകൂടിയാണ്